ATGC 0.2%, not even 1. അവരുടെ നീഡ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വൈ ഡു വി ജനറ്റിക്കലി മോഡിഫൈ ഓർഗാനിസംസ്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അത് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ആൽബ്യൂമിൻ റിച്ച് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ നിങ്ങളോട് 2 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോവാണ്. ഹലോ, എല്ലാവർക്കും സുഖമാണോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്, ലാസ്റ്റ് പാർട്ട് 2 പഠിച്ചത് ജീൻ തെറാപ്പി. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റും ആയിരുന്നു. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിനൊരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഇപ്പോഴത്തെ പോർഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു ചെറിയ ബോക്സിനകത്ത് 4 സെൻറ്റൻസസ് 4 പോയിന്റ്സ് ആയിട്ട് തന്നിട്ടുണ്ട്. പേജ് നമ്പർ 118 ഈ ഒരു ചെറിയ ബോക്സിലെ പോർഷനാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത്. ഓക്കെ, അപ്പം ആ ബോക്സിനകത്ത് തന്നിരിക്കുന്നത് 13 ഇയർ ലോങ്, അതായത് 1990 to 2003 വരെ 13 ഇയേഴ്സ് നീണ്ടു നിന്ന ആ പ്രോജക്റ്റ് കഴിഞ്ഞപ്പം അവർക്ക് എന്ത് ഇൻഫറൻസ്, എന്ത് റിസൾട്ട് കിട്ടി. ഓക്കെ, നമുക്കൊരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നമുക്കൊരു റിസൾട്ട് വരുമല്ലോ അല്ലേ, ഒരു ഒബ്സർവേഷൻ വരും. അതാണ് ഇവിടെ ആ 4 പോയിന്റ് ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പൊ ആ 4 പോയിന്റിനകത്ത് അവർ പറയുന്നത് ഈ 13 ഇയർ പ്രോജക്റ്റിന്റെ 13 ഇയർ ലോങ് പ്രോജക്റ്റിന്റെ റിസൾട്ട്സ് ആണ്. ഓക്കെ, ഫസ്റ്റ് അവർ കണ്ടുപിടിച്ചത്, അവർക്ക് ഫസ്റ്റ് ആയിട്ട് കിട്ടിയ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻ ജീനോം. ജീനോം എന്താന്ന് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞായിരുന്നു, ജീനോം എന്ന് പറയുന്നത് ദ ടോട്ടൽ ജെനറ്റിക് മെറ്റീരിയൽ ഓഫ് ആൻ ഓർഗാനിസം. ഒരു വ്യക്തിയിലെ ഫുൾ ജെനറ്റിക് മെറ്റീരിയൽ, ഫുൾ DNA എടുക്കുമ്പോൾ അത് അവരുടെ ജീനോമാണ്. ഓക്കെ, ഹ്യൂമൻ ജീനോം ഹാസ് 24,000 ഫങ്ഷണൽ ജീൻസ്. നമുക്കറിയാം ഫങ്ഷണൽ ജീൻസ് ഉണ്ട്, നോൺ ഫങ്ഷണൽ ജീൻസ് ഉണ്ട്. ഫങ്ഷണൽ ജീൻസ് ആർ ജീൻസ് that are capable of producing proteins. പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ജീൻസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫങ്ഷണൽ ജീൻസ് എന്ന് പറയുന്നത്. ആ കേപ്പബിലിറ്റി, ആ ഒരു കഴിവില്ലാത്ത ജീൻസ് ഉണ്ട് അല്ലേ, ആ ജീൻസിനാണ് നമ്മൾ നോൺ ഫങ്ഷണൽ ജീൻസ് ഓർ ജങ്ക് ജീൻസ് എന്ന് പറയുന്നത്. ഇത് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ തൊട്ട് മുമ്പത്തെ വീഡിയോ കാണണം, പാർട്ട് 2 കാണണം. അപ്പോൾ പാർട്ട് 2 ഞാൻ പറയുന്നുണ്ട്. ഇപ്പം ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിന്റെ റിസൾട്ട്, ഇൻഫറൻസ് ആയിട്ട് നമുക്ക് കിട്ടിയ ഫസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ഹ്യൂമൻ ജീനോം ഹാസ് 24,000 ഫങ്ഷണൽ ജീൻസ്. അതായത് നോൺ ഫങ്ഷണൽ എക്സ്ക്ലൂഡ് ചെയ്യുമ്പോൾ, റിമൂവ് ചെയ്യുമ്പോൾ ഫങ്ഷണൽ ആയിട്ട് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാൻ പറ്റുന്നത് 24,000 ജീൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഹ്യൂമൻ ജീനോം ഹാസ് 24,000 പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാൻ പറ്റുന്ന 24,000 ജീൻസ് ഉണ്ട്. ഓക്കെ, ഫങ്ഷണൽ ജീൻസിന്റെ കാര്യമാണ് അവർ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, മേജർ ഷെയർ ഓഫ് ഹ്യൂമൻ DNA ഇൻക്ലൂഡ്സ് ജങ്ക് ജീൻസ്. ജങ്ക് ജീൻസ് എന്താണ്? നോൺ ഫങ്ഷണൽ ജീൻസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ജങ്ക് ജീൻസ് എന്ന് പറയുന്നത്. ജങ്ക് ജീൻസ് എന്ന് പറഞ്ഞാൽ ജങ്ക് ഇൻ സെൻസ് വേസ്റ്റ്. ഓക്കെ, അപ്പം വേസ്റ്റ്, വൈ ദേ വേസ്റ്റ്? എന്തുകൊണ്ടാണ് അവർ വേസ്റ്റ്? നമുക്ക് അവർക്കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല. ഓക്കെ, വൈ? ബിക്കോസ് അവർ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നില്ല. അവരങ്ങനെ ഒരു സാധനം അങ്ങനെ ഉണ്ടെന്ന് പോലും നമ്മൾ അറിയുന്നില്ല, കാരണം അവരെ തന്നെ എക്സ്പ്രസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ജങ്ക് ജീൻസിന്റെ ഒരു മേജർ ഷെയർ, അതായത് 30,000 ജീൻസ് ഉണ്ട് ഹ്യൂമൻ ജീനോമിൽ എന്ന് ഓർക്കുക. ഓക്കെ, 24,000 നമ്മൾ പഠിച്ചു എന്തുണ്ട്, ഫങ്ഷണൽ ജീൻസ്. ഞാൻ എക്സാമ്പിൾ തരുവാണ്. 30,000 ജീൻസ് ഉണ്ട് ഹ്യൂമനിൽ ഓർക്കുക, ഹ്യൂമൻ ജീനോമിൽ ഓർക്കുക. 24,000 എന്താണ്, ഫങ്ഷണൽ ജീൻസ് ആണ്. ഓക്കെ, ബാക്കിയുള്ളത് ഫുള്ളും ജങ്ക് ജീൻസ് ആണ്. ഓക്കെ, ഞാനിപ്പോൾ 30,000 ഒരു എക്സാമ്പിൾ മാത്രം തന്നതാണ്, നിങ്ങൾക്ക് ജസ്റ്റ് ഒരു നമ്പർ തരാൻ വേണ്ടിയിട്ട്. ജങ്ക് ജീൻസ് ആണ് മെജോറിറ്റി എന്നാണ് അവർ ഈ സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മേജർ ഷെയർ ഓഫ് ഹ്യൂമൻ DNA ഇൻക്ലൂഡ്സ് എന്ത്, ജങ്ക് ജീൻസ്. ഓക്കെ, അതായത് നമ്മുടെ ഹോൾ ഹ്യൂമൻ DNA എടുക്കുവാണെങ്കിൽ ഒരു മേജർ ഭാഗം നമ്മൾ ജങ്ക് ജീൻസ് ആണ് നമുക്ക് കിട്ടുന്നത്, ജങ്ക് ജീൻസ്. ബാക്കിയുള്ളതാണ് ഫങ്ഷണൽ ജീൻസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിന്റ് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. സെക്കൻഡ് പോയിന്റ് ആണ് മേജർ ഷെയർ ഓഫ് ഹ്യൂമൻ DNA ഇൻക്ലൂഡ്സ് ജങ്ക് ജീൻസ്. തേർഡ് പോയിന്റ്, there is only 0.2% ഡിഫറൻസ് ഇൻ DNA among humans. നമുക്കറിയാം DNA-ക്കകത്ത് ഒത്തിരിയേറെ ന്യൂക്ലിയോടൈഡ് സീക്വൻസസ് ആണുള്ളത് അല്ലേ, ഒത്തിരി ന്യൂക്ലിയോടൈഡ് സീക്വൻസസ്. സേ ഫോർ എക്സാമ്പിൾ ATGC, അങ്ങനെ ഒത്തിരി ഡിഫറെൻറ്റ് ന്യൂക്ലിയോടൈഡ് സീക്വൻസസ് വരുമ്പോഴാണ് ഒരാളുടെ അല്ലെങ്കിൽ ടോട്ടൽ ഹ്യൂമൻസിന്റെ ജീനോം വരുന്നത് അല്ലേ. അപ്പം അവർ പറയുന്നത്, ഈ സെന്റൻസ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്, സപ്പോസ് ഞാൻ ഒരാളാണ്. ഓക്കെ, എൻ്റെ മുമ്പിൽ ഒരാൾ നിൽപ്പുണ്ടെന്ന് ഓർത്തു. ഞാനും എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളും തമ്മിൽ, ഞങ്ങളുടെ 2 പേരുടെയും DNA തമ്മിൽ, ഞങ്ങളുടെ 2 പേരുടെയും ജനറ്റിക് മെറ്റീരിയൽ തമ്മിൽ 0.2%, നോട്ട് ഈവൻ 1, നിങ്ങൾ ഓർക്കണം 1%, 1% പോലും ഇല്ല, 0.2% ഡിഫറൻസേ ഉള്ളൂ. ഓക്കെ, അപ്പം എന്നെ കാണാൻ ഇങ്ങനെ ആയിരിക്കുന്നതെന്ന് ഓർത്തു. എന്നെ നിങ്ങൾക്ക് കാണാമല്ലോ,
കാണത്തില്ലേ? എനിക്ക് കണ്ണാടിയുണ്ട് അല്ലേ, ഷോർട്ട് ഹെയർ ഉണ്ട്. അപ്പം എൻ്റെ ഈ ഫീച്ചേഴ്സ് എല്ലാം എന്നെ എന്തുകൊണ്ട് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളുമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നു? ആ 0.2% ഡിഫറൻസ് കാരണം മാത്രം. ബാക്കി ഫുള്ളും ഞങ്ങളിൽ സെയിമാണ്. ഓക്കെ, എൻ്റെ പേര് ഹന്ന, നിങ്ങൾക്കറിയാലോ. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളുടെ പേര് സീമ എന്നാ പേര് ഓർത്തു. ഓക്കെ, ഞാനും സീമയും തമ്മിൽ 0.2% ഡിഫറൻസേ ഉള്ളൂ. എന്തിൽ? DNA. മനസ്സിലായോ? ജസ്റ്റ് ഇമാജിൻ. അപ്പോൾ അതൊരു ഫാക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ, അല്ലേ? അതൊരു ഫാക്റ്റാണ്. കാരണം നമ്മൾ എവറി പേഴ്സൺ ഇൻ ദ വേൾഡ് ഇസ് ഡിഫറെൻറ്റ്, അല്ലേ? നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് ഡിഫറെൻ്റ് ആണ്, നമ്മുടെ ലുക്സ് ഡിഫറെൻ്റ് ആണ്, നമ്മുടെ എക്സാക്ട് സെയിം കോപ്പി ഒരിക്കലും കിട്ടത്തില്ല, അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളെല്ലാവരും ഡിഫറെൻ്റ് ആവുന്നത്? ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഇൻ ദ ഹോൾ വേൾഡ്, അല്ലേ? തമ്മിലുള്ള DNA ഡിഫറൻസ് 0.2% ഉള്ളൂ, അല്ലേ? അപ്പം ആ 0.2% ഡിഫറൻസ് ഇൻ DNA കാരണമാണ് നമ്മളെല്ലാം കാണാൻ വ്യത്യാസം, നമ്മുടെ ശബ്ദത്തിന് വ്യത്യാസം, നമ്മുടെ ഹൈറ്റിന് വ്യത്യാസം, സ്കിൻ കളറിന് വ്യത്യാസം. മനസ്സിലായോ? ജസ്റ്റ് ബിക്കോസ് ഓഫ് ദാറ്റ് 0.2%. ബാക്കി ഫുള്ളും നമ്മുടെ DNA സെയിം. ഓക്കെ, അപ്പം ഈ തേർഡ് റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ദർ ഇസ് ഓൺലി 0.2% ഡിഫറൻസ് ഇൻ DNA among humans. ഓക്കെ, ഓൺലി 0.2% ഡിഫറൻസ്. തേർഡ് റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നൗ ഫോർത്ത് റിസൾട്ട് എന്ന് പറയുന്നത് about 200 genes in the human genome are identical to those in bacteria. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് കഴിഞ്ഞപ്പം അവർക്ക് കിട്ടിയ പുതിയൊരു റിസൾട്ട് എന്ന് പറയുന്നത് 4ാമത്തെ റിസൾട്ടാണത്. നിങ്ങൾക്ക് കാണാമല്ലോ 4ാമത്തെ റിസൾട്ട് എന്താണ്? 4ാമത്തെ റിസൾട്ട് ഇതാണ്. ദാറ്റ് 200 ജീൻസ്, ഹ്യൂമൻ ജീനോമിലെ 200 ജീൻസ് ആർ ഐഡന്റിക്കൽ ടു ദോസ് ഇൻ ബാക്ടീരിയ. ബാക്ടീരിയ നമുക്കറിയാം എന്താ? മൈക്രോ ഓർഗാനിസംസ് ആണ് ബാക്ടീരിയ, അല്ലേ? വി നോ സോ മെനി മൈക്രോ ഓർഗാനിസംസ്, അല്ലേ? അപ്പം ബാക്ടീരിയയുമായിട്ട് ഹ്യൂമൻ ജീനോമിന് 200 ജീൻസിന് സിമിലാരിറ്റി ഉണ്ട്. 200 ജീൻസ് ഇൻ ദ ഹ്യൂമൻ ജീനോം ആർ ഐഡന്റിക്കൽ. ഐഡന്റിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഡന്റിക്കൽ ട്വിൻസ് നമുക്കറിയാം. നമുക്ക് അവരെ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും, അല്ലേ? സെയിം വേ ഹ്യൂമൻ ജീനോമിൽ 200 ജീൻസ് ആർ ഐഡന്റിക്കൽ ടു ദോസ് ഇൻ ബാക്ടീരിയ. ഓക്കെ, ഇതാണ് 4 റിസൾട്ട്സ്. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന 13-year പ്രോജക്റ്റ് കഴിഞ്ഞപ്പം അവർക്ക് കിട്ടിയ 4 റിസൾട്ട്സ് ആണ് ഈ 4. ഓക്കെ, അവർ ഇൻഫറൻസ് എന്ന് വേണേൽ പറയാം, റിസൾട്ട് എന്ന് വേണേൽ പറയാം, ഒബ്സർവേഷൻ എന്ന് വേണേൽ പറയാം. ഓക്കെ, അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ 4 കൺക്ലൂഷൻ എന്ന് വേണേൽ പറയാം. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിരിക്കുന്നതാണ്. ഇതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അത് കാരണം ഞാനിത് എടുത്തത്. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്കിലെ നെക്സ്റ്റ് പോർഷൻ, അതായത് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ്. ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് അല്ലെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ആനിമൽസ് ആൻഡ് ക്രോപ്സ്. ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് ഞാനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓർഗാനിസംസ് എന്ന് വെച്ചാൽ ആനിമൽസും ക്രോപ്സും. ഓക്കെ, ആനിമൽസും ക്രോപ്സും. ക്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാന്റ്സ്. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ക്രോപ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്രോപ്സിൻ്റെ മീനിങ് എന്ന് പറയുന്നത് പ്ലാന്റ്സ് എന്നാണ്. അപ്പം നമ്മൾ ജനറ്റിക്കലി മോഡിഫൈഡ് ജീൻസിൽ ചെറുതായിട്ട് ചേഞ്ച് വരുത്തിയിരിക്കുന്ന ഓർഗാനിസംസ് അല്ലെങ്കിൽ ആനിമൽസ് ആൻഡ് ക്രോപ്സ്. ഓക്കെ, അതിന് ഷോർട്ട് ഫോം ആയിട്ടാണ് ഞാൻ GMO എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസിന്റെ ഒരു ചെറിയ ഡെഫിനിഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, GMO or genetically modified organisms are organisms. ഓർഗാനിസംസ് ആണ്. ഞാൻ ഒന്നുകൂടെ പറയാം. ഓർഗാനിസംസ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന പോലെ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ആണ്. ഓക്കെ, ഓർഗാനിസംസ്. അപ്പം GMO are organisms whose DNA എന്ന് പറഞ്ഞാൽ എന്താ? ജനറ്റിക് മെറ്റീരിയൽ have been altered. DNA has been altered so that they produce proteins or enzymes for human needs. ഇനി ഞാൻ ഈ ഡെഫിനിഷൻ നിങ്ങൾക്ക് നല്ലതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, നമ്മൾ എന്തിനാവും? സപ്പോസ് ഞാനൊരു ഡ്രസ്സ് വാങ്ങിക്കുവാന്ന് ഓർത്തു. ഓക്കെ, ആ ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ആ ഡ്രസ്സിന് ഇട്ട് നോക്കുമ്പോൾ മനസ്സിലാവുന്നു ആ ഡ്രസ്സ് നമുക്ക് ഭയങ്കര ലൂസാണ്. പക്ഷെ ആ ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ ഡ്രസ്സ് ഓൾട്ടർ ചെയ്യാൻ വേണ്ടി കൊടുക്കും, അല്ലേ? അപ്പോൾ ആ ഡ്രസ്സ് നമ്മൾ എന്തിനാണ് ഓൾട്ടർ ചെയ്യുന്നത്? നമുക്ക് ഫേവറബിൾ ആവാൻ, നമ്മളെ ഫിറ്റ് ചെയ്യാനായിട്ട്, അല്ലേ? നമ്മളെ പ്രോപ്പർലി ഫിറ്റ് ചെയ്യാനായിട്ട്, നമ്മുടെ നീഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഡ്രസ്സിനെ ഓൾട്ടർ ചെയ്യുന്നത്. ഓക്കെ, സെയിം വേ നമ്മൾ ചില ഓർഗാനിസംസ്, ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസിന് എന്ന് പറയുന്ന ഓർഗാനിസംസിനെ എന്തിനാണ് നമ്മൾ അവിടെ ജനറ്റിക് മെറ്റീരിയലിനെ പോയി നമ്മൾ ഓൾട്ടർ ചെയ്യുന്നത്, ചേഞ്ച് ചെയ്യുന്നത്, മാറ്റം വരുത്തുന്നത്? ബിക്കോസ് നമുക്ക് ആ ചേഞ്ച് വരുത്തുമ്പം അവർ നമുക്ക് വേണ്ടി, നമ്മുടെ നീഡ്സിന് വേണ്ടി, ഹ്യൂമൻ നീഡ്സിന് വേണ്ടിയിട്ട് അവർ പ്രോട്ടീൻസ് ഓർ എൻസൈംസ് സിന്തസൈസ് ചെയ്യാൻ തുടങ്ങുന്നു. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ തരാം. ഇൻസുലിൻ
ഇൻസുലിൻ നമ്മൾ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നോർമൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ കേസിൽ ഇൻസുലിൻ ബോഡിയിൽ തന്നെ പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. പക്ഷെ ചില കേസസിൽ ഡയബറ്റീസ് എന്ന് പറഞ്ഞ അസുഖം വരുന്നു. എന്തുകൊണ്ട്? ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ റിലേറ്റഡ് ആണ് ആ അസുഖം. ഓക്കെ, ചിലരുടെ കേസസിൽ ഇൻസുലിൻ ബോഡിയിൽ പ്രൊഡ്യൂസേ ആവുന്നില്ല. അപ്പോൾ അവർക്ക് ആ ഒരു പെർട്ടിക്കുലർ എൻസൈം ഇല്ലാണ്ട് ബുദ്ധിമുട്ടാവുക ജീവിതം, അല്ലേ? അപ്പോൾ അവരുടെ നീഡ്സ്, ഹ്യൂമൻ നീഡ്സ്, ഞാൻ പിന്നെ പറയുന്നു, അവരുടെ നീഡ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഓർഗാനിസമിൻ്റെ ജീനോം, ജനറ്റിക് മെറ്റീരിയലിലോട്ട് നമ്മൾ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ജീൻ ഇൻസേർട്ട് ചെയ്യുന്നു. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ആ ഓർഗാനിസം മൾട്ടിപ്ലൈ ചെയ്യും തോറും അതിൻ്റെ ഓഫ് സ്പ്രിങ്ങും നമുക്ക് വേണ്ടി ലാർജ് സ്കെയിലിൽ നമുക്ക് വേണ്ട ഹ്യൂമൻ നീഡ്സ്, നമ്മുടെ നീഡ്സിന് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻസ് ഓർ എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പം നമുക്ക് ഇപ്പം മനസ്സിലായി നിങ്ങൾക്ക് ജനറ്റിക്കലി മോഡിഫൈയിങ് ഓർഗാനിസംസ് അതിൻ്റെ മെയിൻ എയിം ഇപ്പം ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഒരു ഓർഗാനിസമിനെ നമ്മൾ ജനറ്റിക്കലി മോഡിഫൈ ചെയ്യുന്നത് മെയിൻ എയിം എന്ന് പറയുന്നത് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാനാണ്. ഓക്കെ, സിന്തസൈസ് ഓർ മേക്കിംഗ്. ഓക്കെ, സിന്തസൈസ് ഏകദേശം കുക്കിംഗ് പോലെ. ഓക്കെ, നമ്മൾ സിന്തസൈസ് ചെയ്യുക, നമ്മൾ കുക്ക് ചെയ്യുക, അല്ലെങ്കിൽ മേക്കിംഗ് ഓഫ് പ്രോട്ടീൻസ്, അതാണ് മെയിൻ എയിം ഓഫ് ജനറ്റിക്കലി മോഡിഫൈയിങ് ഓർഗാനിസംസ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരുവാണ്, വൈ ഡു വി ജനറ്റിക്കലി മോഡിഫൈ ഓർഗാനിസംസ്? ബിക്കോസ് സോ ദാറ്റ് ദേ സ്റ്റാർട്ട് പ്രൊഡ്യൂസിങ് പ്രോട്ടീൻസ് ആൻഡ് എൻസൈംസ് ഫോർ ഹ്യൂമൻ നീഡ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഡെഫിനേഷൻ മനസ്സിലായല്ലോ. ഈ ഡെഫിനേഷൻ നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഈ ക്ലാസ് കേൾക്കുമ്പോൾ നോട്ട് ചെയ്യണം. ഓക്കെ, GMO ആർ ഓർഗാനിസംസ് whose DNA എന്ന് പറയുമ്പോൾ ജനറ്റിക് മെറ്റീരിയൽ ഹാസ് ബീൻ altered so that they produce proteins or enzymes. പ്രോട്ടീൻസ് മാത്രമല്ല, ചില കേസസിൽ അവർ എൻസൈംസും പ്രൊഡ്യൂസ് ചെയ്യും. പ്രോട്ടീൻസ് ഓർ എൻസൈംസ് ഫോർ ഹ്യൂമൻ നീഡ്സ്. നോർമലി അവരത് പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. പക്ഷെ നമ്മൾ ആ ഓൾട്ടേർഡ് DNA, നമ്മൾ DNA ഓൾട്ടർ ചെയ്യുമ്പോൾ നമ്മുടെ നീഡ്സിന് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻസ് ഓർ എൻസൈംസ് അവർ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങുന്നു. ഓക്കെ, അപ്പം മെയിൻ എയിം ഓഫ് ജനറ്റിക്കലി മോഡിഫൈയിങ് എൻസൈംസ് ഓക്കെ ഇസ് പ്രോട്ടീൻ സിന്തസിസ്. ഓക്കെ, ഇത്രയും മനസ്സിലായാലും നിങ്ങൾക്ക്. ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്, ഒരു ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് തന്നെ, മെനി പ്രോട്ടീൻസ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിസീസസ് in humans are produced through genetic engineering. Many proteins that can be used for the treatment of diseases in humans are produced through genetic engineering. അപ്പോൾ ആ സെൻറ്റൻസിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, മോസ്റ്റ് കേസസിൽ നമ്മുടെ നോർമൽ ഹ്യൂമൻ ബീയിങ്സിൽ എല്ലാ പ്രോട്ടീൻസും റെഗുലറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, നമുക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. നമുക്ക് വേണ്ട ഡേ ടു ഡേ ലൈഫിന് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻസ് എല്ലാം, നമ്മുടെ ബോഡി ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയുള്ള പ്രോട്ടീൻസ് എല്ലാം തന്നെ നാച്ചുറലി ദൈവം നമ്മളെ സഹായിച്ച് ദൈവം നമുക്ക് അതിനുള്ള ഫങ്ഷൻസ് എല്ലാം തന്നിട്ടുണ്ട് ഹ്യൂമൻ ബീയിങ്സിൽ. പക്ഷേ ചില കേസസിൽ അങ്ങനെയാണ് ഡിസീസ് വരുന്നത്, അല്ലേ? ചില കേസസിൽ ആ പ്രോട്ടീൻസ് ഇല്ല, ആ പ്രോട്ടീൻസിന് ഡെഫിഷ്യൻസി ഉണ്ടാവാം. ഓക്കെ, ആ കേസസിൽ നമ്മൾ ഈ ജനറ്റിക് എൻജിനീയറിങ് യൂസ് ചെയ്ത് നമ്മൾ പ്രോട്ടീൻസിനെ ആർട്ടിഫിഷ്യലി സിന്തസൈസ് ചെയ്യുന്നു. ആ ആർട്ടിഫിഷ്യലി സിന്തസൈസ് ചെയ്യുന്ന പ്രോട്ടീൻസ് നമ്മൾ വി ആർ യൂസിങ് ദം ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഹ്യൂമൻസ്. ഓക്കെ, ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിസീസസ് ഇൻ ഹ്യൂമൻസ്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ആ സെൻറ്റൻസിൻ്റെ മീനിങ് മനസ്സിലായല്ലോ. അവർ ടെക്സ്റ്റ് ബുക്കിനകത്ത് ആ സെൻറ്റൻസ് വെച്ചാൽ തുടങ്ങുന്നത്, അത് ഇച്ചിരി കൺഫ്യൂസിങ് ആയി മാറാം. അത് കാരണം ഞാൻ ഇങ്ങനെ ഒരു ഡെഫിനിഷൻ തന്ന് തുടങ്ങിയത്. ഓക്കെ, അപ്പം മെനി പ്രോട്ടീൻസ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിസീസസ് ഇൻ ഹ്യൂമൻസ് can be produced or are produced through genetic engineering. അപ്പോൾ ജനറ്റിക് എഞ്ചിനീയറിംഗിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് പ്രോട്ടീൻ സിന്തസിസ് ആണ്. അതിൻ്റെ ഒരു ഡെഫിനിഷനാണ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസിൻ്റെ ഡെഫിനിഷനാണ്. നമ്മൾ എന്തിന് ഈ ഡെഫിനിഷനകത്ത് അവരെന്താണെന്നും പറയുന്നുണ്ട്, അവരും നോർമൽ ഓർഗാനിസം തമ്മിൽ ഡിഫറൻസും പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് അവരെ നമ്മൾ എന്തിനാണ് അങ്ങനെ ഓൾട്ടർ ചെയ്യുന്നതെന്നും പറയുന്നുണ്ട്. ഈ ഡെഫിനിഷൻ കവേഴ്സ് ഇറ്റ് ഓൾ. ഓക്കെ, അപ്പോൾ അത് ഫുള്ള് കവർ ചെയ്യുന്നുണ്ട് ഈ ഡെഫിനിഷൻ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യണം. ഓക്കെ, അപ്പം ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസിൻ്റെ ആ ഹെഡിങ്ങും നിങ്ങൾക്ക് മനസ്സിലായി. ഈ ഒരു ഡെഫിനിഷൻ വഴി നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്നതിൻ്റെ പേർപ്പസ്, അതിൻ്റെ എയിമും നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടേബിൾ നമ്പർ 7.1 ആണ് കേട്ടോ. ടേബിൾ നമ്പർ 7.1 അവർ കുറച്ച് പ്രോട്ടീൻസ് റിക്വയർഡ് ഫോർ ട്രീറ്റ്മെൻറ്റും ഡിസീസും തന്നിട്ടുണ്ട്. അത് ഇച്ചിരി ചിലപ്പോൾ നിങ്ങൾ പെട്ടെന്ന് വായിക്കുമ്പം ഇച്ചിരി കൺഫ്യൂസ്ഡ് ആയി എന്ന് വരാം. ഓക്കെ, അത് കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. അതെന്താ ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് അല്ലെങ്കിൽ ജനറ്റിക് എൻജിനീയറിംഗ് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞു മെയിൻ എയിം, അല്ലേ? പക്ഷേ ആ പ്രോട്ടീൻസ് മോസ്റ്റ് ഓഫ് ദ കേസസിൽ നോർമൽ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ്ങിൽ അത് താനെ പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. ആ ജനറ്റിക് എൻജിനീയറിംഗിൻ്റെ നീഡ് വരുന്നത്
അങ്ങനത്തെ കൂടി ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോഴാണ്. സേ ഫോർ എക്സാമ്പിൾ ഇൻസുലിൻ്റെ കേസിൽ അങ്ങനെ ഒരു ഡെഫിഷ്യൻസി വരുന്നുണ്ട്. ഇൻസുലിൻ ഡെഫിഷ്യൻസി വരുമ്പോഴാണ് നമ്മൾ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നത്. ആ ഇൻസുലിൻ ഇഞ്ചക്ഷനകത്തുള്ള ഇൻസുലിൻ ആർട്ടിഫിഷ്യലി സിന്തസൈസ്ഡ് അല്ലേ, ആർട്ടിഫിഷ്യലി, അതായത് ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി നമ്മൾ ഉണ്ടാക്കുന്നതാണ് അല്ലേ. അപ്പം ഞാൻ പറയുന്നത് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് വഴി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻസ് മോസ്റ്റ് കേസസിൽ ബോഡിയിൽ താനെ പ്രൊഡ്യൂസ് ആകുന്നുണ്ട്. ഓക്കെ, നമ്മൾ അതിൻ്റെ ഉപയോഗം വരുന്നത് ചില കേസസിൽ ചില ആൾക്കാരിൽ അതിൻ്റെ ഡെഫിഷ്യൻസി വരുമ്പോഴാണ്. നമുക്ക് ആവശ്യമുണ്ട് പക്ഷെ ആ ബോഡിയിൽ അത് പ്രോട്ടീൻ ഉണ്ടാവുന്നില്ലെങ്കിലാണ് ഇതുപോലെ സിന്തസൈസ് ചെയ്യുന്ന പ്രോട്ടീന് ഉപയോഗമാവുന്നത്. ഓക്കെ, ഉപയോഗപ്പെടുന്നത്. ഓക്കെ, നമ്മൾ ഇനി ടേബിൾ 7.1 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകും. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഈ പ്രോട്ടീൻസ് ഒക്കെ ബോഡിയിൽ താനെ ഓൾറെഡി ഉള്ളതാണ്. ചില വെരി റെയർ കേസസിൽ അത് ബോഡി ഡെഫിഷ്യൻസി ഉണ്ടാവും. ഓക്കെ, അങ്ങനെ വരുന്ന കേസസിലാണ് നമ്മൾ ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് പിക്ചറിലോട്ട് വരുന്നത്. അപ്പോഴാണ് അവർ നമ്മൾ സേവിയർ ആയിട്ട് വരുന്നത്, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നത് അല്ലേ. അവർ നമ്മൾ മോഡിഫൈ ചെയ്യുമ്പോൾ അവരെ കൊണ്ട് നമ്മൾ പ്രോട്ടീൻ നമ്മൾ അവരുടെ DNA ഓൾട്ടർ ചെയ്യുന്നു. അവർ നമ്മുടെ നീഡ്സിന് വേണ്ടിയിട്ട് നമുക്ക് പ്രോട്ടീൻസോ എൻസൈംസോ തരുന്നു. ഓക്കെ, അപ്പോൾ അത്രയും നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നമുക്കിനി ടേബിൾ നമ്പർ 7.1 നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ടേബിൾ നമ്പർ 7.1 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാം. ഈ ടേബിളിനകത്ത് കൊടുത്തിരിക്കുന്നത് പ്രോട്ടീൻസ്, പല ട്രീറ്റ്മെന്റിന് വേണ്ടി റിക്വയർഡ് ആയിട്ടുള്ള പ്രോട്ടീൻസും ആ പ്രോട്ടീൻസ് ട്രീറ്റ് ചെയ്യുന്ന ഡിസീസോ സിംറ്റമോ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് അതിനകത്തുള്ളത് ഇന്റർഫെറോൺസ് ആണ്. ഇന്റർഫെറോൺസ് എന്ന് പറയുന്നൊരു തരം ഹോർമോണാണ്, നമ്മുടെ ബോഡിയിൽ നാച്ചുറലി സിന്തസൈസ് ചെയ്യപ്പെടുന്ന ഒരു ഹോർമോണാണ്. ഓക്കെ, ആ ഹോർമോൺ വൈറൽ ഡിസീസസിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ഈ ഹോർമോൺ വഴി നമ്മുടെ ബോഡി അറ്റാക്ക് ചെയ്യുന്ന വൈറസിനെ നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് നമുക്ക് കോൾഡ്, കഫ്, ഫീവർ, ചിൽസ്. ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലായി, കോൾഡ്, കഫ് എന്നൊക്കെ പറഞ്ഞാൽ ചുമ, പനി, നമുക്ക് ഷിവറിങ് വരത്തില്ലേ, നമ്മൾ വിറയ്ക്കത്തില്ലേ പനി വരുമ്പം. ഓക്കെ, അങ്ങനത്തെ കൂട്ട് സിംറ്റംസ് വരുന്നത് വൈറൽ ഡിസീസസിനെ ഇന്റർഫെറോൺസ് ഫൈറ്റ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇൻസുലിൻ. ഇൻസുലിൻ നമുക്കറിയാം മോസ്റ്റ് കേസസിൽ നമ്മുടെ ബോഡിയിൽ നാച്ചുറലി സിന്തസൈസ് ആവുന്നുണ്ട്. പക്ഷെ ചില കേസസിൽ ആൾക്കാർക്ക് ഡയബറ്റീസ് വരും. ഓക്കെ, ആ ഡയബറ്റീസ് എന്ന് പറഞ്ഞ അസുഖത്തിൽ നമുക്ക് ഇൻസുലിൻ ഡെഫിഷ്യൻസി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഇൻസുലിൻ ഡെഫിഷ്യൻസിയെ ക്യൂർ ചെയ്യാൻ വേണ്ടി അല്ലെ അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. അപ്പോൾ സെക്കൻഡ് എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. തേർഡ് എക്സാമ്പിൾ എന്ന് പറയുന്നത് എൻഡോർഫിൻ. എൻഡോർഫിന് വേറൊരു പേര് ഞാൻ അഡീഷണൽ ഇൻഫർമേഷൻ തരുവാണ്. എൻഡോർഫിൻ്റെ വേറൊരു പേരെന്ന് പറയുന്നത് പെയിൻ റിലീവർ എന്നാണ്. പെയിൻ കില്ലർ, പെയിൻ റിലീവർ എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? ഓക്കെ, അപ്പോൾ പെയിൻ കില്ലറാണ് എൻഡോർഫിൻ. ഓക്കെ, അപ്പോൾ പെയിൻ കില്ലറിന് എൻഡോർഫിന് പെയിൻ നമ്മളെ അലിവിയേറ്റ് ചെയ്യാൻ വേണ്ടി, അലിവിയേറ്റിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പെയിൻ മാറാൻ വേണ്ടിയതാണ്, പെയിൻ ക്യൂർ ചെയ്യാൻ വേണ്ടി, പെയിൻ ഇല്ലാണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഹോർമോണാണ് endorphin. Okay, so endorphin helps us to fight against pain. Okay, next somatotrophin. Somatotrophin നിങ്ങൾ തേർഡ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഗ്രോത്ത്. സൊമാറ്റോട്രോഫിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ഗ്രോത്ത്. ഓക്കെ, അപ്പോൾ ഈ സൊമാറ്റോട്രോഫിൻ എന്ന് പറയുന്ന ആ ഒരു ഹോർമോൺ ഒരു തരം പ്രോട്ടീനാണ്. ഓൾ ഹോർമോൺസ് ആർ പ്രോട്ടീൻസ്. അപ്പം ഈ പ്രോട്ടീൻ നമ്മളെ ഗ്രോത്ത് ഡിസോർഡേഴ്സിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി, ഓക്കെ, ഗ്രോത്ത് ഡിസോർഡേഴ്സിനെ ക്യൂർ ചെയ്യാൻ വേണ്ടി ചില സമയത്ത് സഹായിക്കാറുണ്ട്. ഇപ്പം ഞാനൊരു നോർമൽ വളർച്ചയുള്ള ഒരാളാണെങ്കിൽ എനിക്ക് ഗ്രോത്ത് ഡിസോർഡർ ഒന്നും ഇല്ല, എൻ്റെ ബോഡിയിൽ സൊമാറ്റോട്രോഫിൻ ഈസ് പെർഫെക്റ്റ്ലി ഏബിൾ ആണ്. ഓക്കെ, പെർഫെക്റ്റ്ലി കറക്റ്റ് അമൗണ്ടിലാണ് സെക്രീറ്റ് ആവുന്നത്, കറക്റ്റ്ലി സെക്രീറ്റഡ് ആണ്. അതുകൊണ്ട് എൻ്റെ ഹൈറ്റിന് കുഴപ്പമൊന്നുമില്ല. ഭയങ്കര ഹൈറ്റ്, ടോളസ്റ്റ് മാൻ ഓൺ എർത്ത് ഞാനല്ല. ഓക്കെ, ഷോർട്ടസ്റ്റ് വുമൺ ഓൺ എർത്ത് ഞാനല്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് എൻ്റെ ബോഡിയിൽ സൊമാറ്റോട്രോഫിൻ നോർമലി വരുന്നുണ്ട്, നോർമലി പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. പക്ഷെ ചില കേസസിൽ സൊമാറ്റോട്രോഫിൻ പോലത്തെ ഗ്രോത്ത് ഹോർമോൺ, സൊമാറ്റോട്രോഫിൻ ഒരു ഗ്രോത്ത് ഹോർമോൺ ആണ്, മറന്നുപോലെ സൊമാറ്റോട്രോഫിൻ ഒരു ഗ്രോത്ത് ഹോർമോൺ ആണ്. സൊമാറ്റോട്രോഫിൻ പോലത്തെ ഗ്രോത്ത് ഹോർമോൺസ് ഒന്നെങ്കിൽ എക്സസീവ് ആയിട്ട് സെക്രീറ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിഷ്യൻസി വരുമ്പോൾ ആണ് ഗ്രോത്ത് ഡിസോർഡേഴ്സ് വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ 4 ഹോർമോൺസ് അല്ലെങ്കിൽ 4 പ്രോട്ടീൻസ് പഠിച്ചു. ദേ ആർ റിക്വയർഡ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് സർട്ടൻ ഡിസീസസ് ഓർ സർട്ടൻ സിംറ്റംസ്. അപ്പം നമ്മൾ നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് കണ്ടിന്യൂവേഷൻ ഓഫ് ജനറ്റിക്കലി മോഡിഫൈഡ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് ആനിമൽസ് ആൻഡ് ക്രോപ്സ് എന്നാണ്. ക്രോപ്സിന് മീനിങ് പ്ലാന്റ്സ് തന്നെയാണ്. ഓക്കെ, അപ്പം ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് ഫസ്റ്റ് ഈ ക്വസ്റ്റിനുള്ള ആൻസർ ഞാൻ തൊട്ട് മുമ്പത്തെ ഇതിൽ ഞാൻ പറഞ്ഞായിരുന്നു. ദാറ്റ്
ആ റെഡ് ക്ലൗഡില്ലേ നമ്മൾ വരച്ചത്, റെഡ് കളർ ക്ലൗഡ്, അതിനകത്തൊരു ഡെഫിനിഷൻ ഞാൻ കൊടുത്തായിരുന്നു. വാട്ട് ആർ ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ്, വാട്ട് ഈസ് GMO എന്ന് ചോദിച്ചാൽ അതിനുള്ള ആൻസർ ആണ് ആ റെഡ് ക്ലൗഡിലുള്ളത്. ഓക്കെ, അത് ആ ആൻസർ നിങ്ങൾ മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് റീവൈൻഡ് ചെയ്ത് കാണുക. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനുള്ള ആൻസർ ആണ് റെഡ് ക്ലൗഡിനകത്ത് ഞാൻ നേരത്തെ എഴുതിയിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ആർ ഓർഗാനിസംസ് ജെനറ്റിക്കലി മോഡിഫൈഡ്. നമ്മൾ ഈ ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് എന്ന് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക. ഹൗ ആർ ദീസ് ഓർഗാനിസംസ് ജെനറ്റിക്കലി മോഡിഫൈഡ് എന്നൊരു ക്വസ്റ്റ്യൻ ഇനിയും വരുന്നുണ്ട് അല്ലേ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിൽ വരും. എങ്ങനെയാണ് ഈ ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് നമ്മൾ ഉണ്ടാക്കുന്നത്? ഓക്കെ, അതിനുള്ള ആൻസർ ആണ് ഈ കാണുന്നത്, ഈ ബ്ലൂയിൽ ഞാൻ എഴുതിയിരിക്കുന്നത്. ഹൗ ആർ ഓർഗാനിസംസ് ജെനറ്റിക്കലി മോഡിഫൈഡ് എന്നുള്ള ആൻസർ ആണ്. ഈ ആൻസർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 118 തന്നെ ആ ടേബിൾ നമ്പർ 1.7 കഴിയുമ്പോൾ ഉള്ള കുറച്ച് സെന്റൻസസിൽ ഈ ആൻസർ ഉണ്ട്. ഓക്കെ, അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്തതേ ഉള്ളൂ. നമ്മൾ ജെനറ്റിക്കലി മോഡിഫൈ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ആൻസർ ഒന്ന് ചെറുതായിട്ട് മോഡിഫൈ ചെയ്തു നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ ഈ ആൻസർ ഹൗ ആർ ഓർഗാനിസംസ് ജെനറ്റിക്കലി മോഡിഫൈഡ് എന്നുള്ളതിൻ്റെ ആൻസർ ആണ് ദ ജീൻ ദാറ്റ് കോഡ്സ് ഫോർ ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ആർ ഇൻസേർട്ടഡ് ഇൻ ടു ദ ജെനറ്റിക് മെറ്റീരിയൽ ഓഫ് ദി ഓർഗാനിസം. ഓക്കെ, ഞാൻ ഈ ആൻസർ ഒരു പ്രാവശ്യം കൂടെ വായിച്ചിട്ട് നിങ്ങൾക്ക് ഈ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അത് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഈ 2 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നിങ്ങൾക്ക് പറയാൻ പറ്റുവാണെങ്കിൽ ഇറ്റ് മീൻസ് നിങ്ങൾക്ക് ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് സെക്ഷൻ തന്നെ നന്നായിട്ട് മനസ്സിലായി എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആണ് നേരത്തെ ആ റെഡ് ക്ലൗഡിനകത്ത് ഞാൻ ഇട്ടിരുന്നത്. വാട്ട് ആർ ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ്? അപ്പോൾ genetically modified organisms are organisms who have their DNA altered, or whose DNA has been altered. എന്തിനാണ് നമ്മളവിടെ DNA alter ചെയ്യുന്നത്? So that they begin synthesizing, making or producing proteins or enzymes for human needs. ഈ ഒരു ഡെഫിനിഷൻ ആണ് ഞാൻ അവിടെ റെഡ് ക്ലൗഡിൽ എഴുതിയിരുന്നത്. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനുള്ള ആൻസർ. സെക്കൻഡ് ആൻസർ ആണ് ദ ജീൻ ദാറ്റ് കോഡ്സ്. ഈ ജീൻ ദാറ്റ് കോഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ജീൻ ദാറ്റ് കോഡ്സ് ആണ് നമുക്ക് വേണ്ട പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാൻ മിടുക്കാനായിട്ടുള്ള ജീൻ. ഓക്കെ, ആ ജീൻ നമ്മൾ എടുക്കുന്നു ഫോർ ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അപ്പോൾ ആ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നതെന്ന് ചില സമയത്ത് നമുക്ക് സ്കിൻ കളർ ആവാം, അല്ലെങ്കിൽ ഇൻസുലിൻ പ്രൊഡക്ഷൻ ആവാം, അങ്ങനെ പല ഡിസൈറബിൾ ട്രേറ്റ്സ്, അതാണ് ഞാൻ ഇവിടെ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത്. ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സോ ഡിസൈറബിൾ ട്രേറ്റ്സിനോ വേണ്ടി കോഡ് ചെയ്യുന്ന ആ ജീനിനെ നമ്മൾ പുറത്തെടുത്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്തു into the genetic material of the organism. അങ്ങനെ ഈ ഒരു ചെറിയൊരു ഡെഫിനിഷനാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദ പ്രോസസ്, ആ ഹോൾ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ഒരു ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസമിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഹൗ എന്നുള്ളതിൻ്റെ ആൻസർ ആണിത്. ഓക്കെ, വാട്ടിനുള്ള ആൻസർ ആയിരുന്നു ആ റെഡ് ക്ലൗഡിനകത്ത്. എന്താ ജെനറ്റിക് മോഡിഫൈഡ് ഓർഗാനിസംസ്, ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം എന്തുവാ, GMO എന്തുവാ എന്നുള്ളതിൻ്റെ ആൻസർ ആ റെഡ് ക്ലൗഡിനകത്ത് ഞാൻ എഴുതിയിരുന്നു. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയിരുന്നു ഇത്. ഞാൻ 3 സ്റ്റെപ്പായിട്ട് അത് തിരിക്കുവാണ്. നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ജീനിനെ എടുക്കുന്നു, അതിനെ ഇൻസേർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പം സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആ ഓർഗാനിസം ജെനറ്റിക്കലി മോഡിഫൈഡ് ആവുക, അതിൻ്റെ ജെനറ്റിക് മെറ്റീരിയലിലോട്ടാണ് നമ്മളത് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ജെനറ്റിക് മെറ്റീരിയൽ മോഡിഫൈ ആവുക. ഓക്കെ, അപ്പം ആ ഡെഫിനേഷൻ്റെ ഇപ്പോൾ മീറ്റ് ആയില്ലേ? മനസ്സിലായി നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം? നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? ആ ഡെഫിനേഷനിൽ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? ആ ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസമിൻ്റെ ജെനറ്റിക് മെറ്റീരിയൽ ഓൾട്ടേർഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ ഓൾട്രേഷൻ നടക്കുന്നത് മനസ്സിലായോ? ആ ഇൻസേർഷൻ വരുമ്പോഴാണ് നമുക്ക് വേണ്ട രീതിയിൽ ആ ഓർഗാനിസം ചില സമയത്ത് പ്രോട്ടീൻ ആവാം, ചില സമയത്ത് എൻസൈം ആവാം പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്. ഓക്കെ, ഇനി കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ് ഉണ്ട് പേജ് നമ്പർ 119 നെക്സ്റ്റ് പേജിലോട്ട് പോകുമ്പോൾ. ഓക്കെ, ഇപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് GMOയുടെ ബേസിക് മീനിങ് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമ്മൾ കുറച്ച് എക്സാമ്പിൾസും കുറച്ച് പുതിയ ടേംസുമാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ പുതിയ ടേംസ്, ന്യൂ ഇമ്പോർട്ടൻറ്റ് ടേംസ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ. ഓക്കെ, അതിനകത്ത് ഞാൻ എഴുതിയിരിക്കുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫാം ആനിമൽസ് എന്നാണ്. ഫാം ആനിമൽസ്. ഓക്കെ, ഫാം ആനിമൽസ് എന്ന് പറയുന്നത് ജെനറ്റിക് മോഡിഫിക്കേഷൻ വരുത്തിയ, ശ്രദ്ധിച്ചു കേൾക്കുക, ജെനറ്റിക് മോഡിഫിക്കേഷൻ വരുത്തിയ ആനിമൽസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫാം ആനിമൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫാം ആനിമൽസ് എന്ന് പറയുന്നത് ഞാൻ വേറൊരു രീതി പറഞ്ഞുതരാം. ജെനറ്റിക്കലി മോഡിഫൈഡ്
ആനിമൽസ് ആർ കോൾഡ് ഫാം ആനിമൽസ്. സിമ്പിൾ അല്ലേ? നമ്മൾ വേറെ പുതിയ പേരിട്ടെന്നേ ഉള്ളൂ. ഓക്കെ, ജനറ്റിക്കലി മോഡിഫൈഡ് ആനിമൽസ് ആർ കോൾഡ് ഫാം ആനിമൽസ്. നമ്മൾ നേരത്തെ പഠിച്ചു ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് എന്ന് പറയുമ്പോൾ ഓർഗാനിസം എന്ന് പറയുന്ന ഒരു കോമൺ ഹെഡിങ്. ഓർഗാനിസംസ് എന്ന് പറയുന്നതിന് അടിയിൽ ആനിമൽസും വരാം, ക്രോപ്സും വരാം. ക്രോപ്സ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സും വരാം. അപ്പോൾ ജനറ്റിക്കലി മോഡിഫൈഡ് ആനിമൽസ് എന്നാണ് നമ്മൾ പറയുന്നത് ഫാം ആനിമൽസ് എന്ന്. ഫാം എന്ന് പറയുമ്പോൾ FARM അല്ല, ആ ഫാം അല്ല കേട്ടോ, ഈ ഫാം. ഓക്കെ, ഫാം എന്ന് പറഞ്ഞാൽ ഫാർമസി ഇല്ലേ, ഫാർമസിയുടെ ഫാം. ഓക്കെ, ഫാം ആനിമൽസ് അവർക്കാണ് നമ്മൾ ജനറ്റിക്കലി മോഡിഫൈഡ് ആനിമൽസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ സപ്പോസ് ഫോർ എക്സാമ്പിൾ ഞാൻ തരുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ ആണ് കൗവ്, പിഗ്. കൗ എന്ന് പറഞ്ഞാൽ പശു, പിഗ് എന്ന് പറഞ്ഞാൽ പന്നി, നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇവരിലോട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. എന്താ ഇൻസേർട്ട് ചെയ്യുന്നത് നിങ്ങൾ പറയണേ, ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇതിൻ്റെ ആൻസർ പറയണം. ഓക്കെ, എന്നാൽ നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് പോകത്തുള്ളൂ, എന്നാൽ നമുക്ക് വേഗം വേഗം പഠിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ എന്താ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്? നമ്മൾ ഈ പിഗിലോട്ടും കൗവിലോട്ടും പശുവിലോട്ടൊക്കെ നമ്മൾ എന്താ ഇൻസേർട്ട് ചെയ്യുന്നത്? നമ്മൾ ഈ പശുവിലോട്ട് നമുക്ക് വേണ്ട ജീൻ, ഒരു ഡിസൈറബിൾ ജീൻ, ആ ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക് ഇല്ലേ, അതിനെ ഗവേൺ ചെയ്യുന്ന, അതിന് വേണ്ടി കോഡ് ചെയ്യുന്ന ജീൻ, എന്തുകൊണ്ടാണ് ആ ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക് വരുന്നത്, അതിന് കാരണക്കാരനായ ജീനെ നമ്മൾ ഈ പശു, ഫോർ എക്സാമ്പിൾ പശു, ഓക്കെ, ആ പശുവിലോട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ പശു നോർമൽ ഒരു പശുവിൽ നിന്ന് ഒരു ഫാം ആനിമലായി മാറുക. എനിക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഫാം ആനിമലായിട്ട് മാറുക. ഓക്കെ, ഫാം ആനിമൽ എന്ന് പറഞ്ഞാൽ ജനറ്റിക്കലി മോഡിഫൈഡ് ആനിമൽസ്. ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പശുവിനെ നമ്മൾ ഫാം ആനിമൽ എന്ന് വിളിക്കത്തില്ല. ഓക്കെ, ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് പശു, അതിനാണ് നമ്മൾ ഫാം ആനിമൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഫാം ആനിമൽ എളുപ്പത്തിൽ മനസ്സിലാവാനായിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ തരാം. വർഷം ഒരു കുറേ നാൾ മുമ്പ് ഒരു പശുവിലോട്ട്, ആ പശുവിൻ്റെ പേര് റോസി എന്നാണ്, നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി ഞാനൊരു ശരിക്കും നടന്നൊരു സംഭവമാണ്. അപ്പം ആ ഫസ്റ്റ് ടൈം ഒരു എക്സ്പെരിമെൻറ്റ് നടത്തി ആ പശു ഒരു ഫാം ആനിമലായി മാറി. എങ്ങനെ? ആ പശുവിലോട്ട് ഒരു മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു അമ്മ, ഒരു ഹെൽത്തി മദർ, ഓക്കെ, ആ അമ്മയിലെ ജീന് ആ പശുവിലോട്ട് ഇൻസേർട്ട് ചെയ്തു. നമ്മൾ ഇവിടെ എന്താ ജനറ്റിക്കലി മോഡിഫൈങ് ഓർഗാനിസംസ് നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് വേണ്ട ജീന് ഇൻസേർട്ട് ചെയ്യുക അല്ലേ. അപ്പം നോർമലായിട്ട് ന്യൂട്രിയൻറ്റ് റിച്ച് ആയിട്ടുള്ള ബേബി മിൽക്കില്ലേ, ഇല്ലേ, മദേഴ്സ് മിൽക്കില്ലേ, അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ എബിലിറ്റി ഉള്ള ഒരു അമ്മയുടെ ജീൻ എടുത്തിട്ട്, ഒരു ചെറിയ സെഗ്മെന്റ് എടുത്തിട്ട്, അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള സെഗ്മെന്റ് എടുക്കുന്നു നമ്മൾ. ആ പശുവിൻ്റെ പേര് റോസി എന്നാണ്. അപ്പോൾ ആ റോസി എന്ന പശുവിൻ്റെ ബോഡിയിലോട്ട് നമ്മളത് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പം ആ പശു പ്രൊഡ്യൂസ് ചെയ്യുന്ന മിൽക്കിനകത്ത് ഹ്യൂമൻ ആൽഫ ലാക്റ്റാൽബ്യൂമിൻ എന്ന് പറയുന്ന ഒരു കോമ്പോണന്റ് ഉണ്ട് മിൽക്കിനകത്ത്. ആ കോമ്പോണന്റ് ഇസ് എസെൻഷ്യൽ ഫോർ വാട്ട്? ബേബീസിന് വേണ്ടി, കുഞ്ഞ് ബേബീസിന് വേണ്ടിയിട്ട് അമ്മയുടെ പാലിനകത്ത് ഉള്ളതാണ്. ചില അമ്മമാരുടെ കേസസിൽ, വെരി റെയർ കേസസിൽ ചില അമ്മമാർക്ക് അതില്ല. അപ്പോൾ അങ്ങനത്തെ കൂട്ട് കേസസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയും, അങ്ങനത്തെ കൂട്ട് ഡെഫിഷ്യൻസി ഉള്ള പിള്ളേരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റോസി എന്ന് പറഞ്ഞ പശുവിൽ അവരിങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തത്. അപ്പം അങ്ങനെ സപ്പോസ് ഒരു അമ്മയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്ന് ഓർത്തു, ആ അമ്മ പ്രൊഡ്യൂസ് ചെയ്യുന്ന മിൽക്കിൽ കൊച്ചിന് വേണ്ട പ്രോട്ടീൻ ഇല്ല. അപ്പം ആ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാൻ പറ്റുന്ന ഒരമ്മ, ആ അമ്മയിൽ നിന്നും ജീൻ എടുത്തു, റോസി എന്ന് പറയുന്ന ഈ പശുവിലോട്ട് അത് ഇൻസേർട്ട് ചെയ്തു. ആ ഇൻസേർഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും റോസി പ്രൊഡ്യൂസ് ചെയ്യുന്ന നോർമൽ കൗസ് മിൽക്ക് അല്ല, റോസി ഒരു ഫാം ആനിമലായി മാറി. റോസി പ്രൊഡ്യൂസ് ചെയ്യുന്ന മിൽക്കിനകത്ത് ഹ്യൂമൻ ആൽഫ ലാക്റ്റാൽബ്യൂമിൻ, ഈ ടേം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, ഇത് കേട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ഞാൻ തന്നതാണ്. ഓക്കെ, അപ്പോൾ ആ എക്സാമ്പിൾ വെച്ച് നിങ്ങൾ ഓർത്തിരുന്നോണം, റോസി എന്ന് പറയുന്ന ഒരു എക്സാമ്പിളാണ് ഒരു ഫാം ആനിമലിന്. ഓക്കെ, അപ്പോൾ റോസി ഒരു ഫാം ആനിമലായി മാറിയത് ഈ ഹ്യൂമൻ ആൽഫ ലാക്റ്റാൽബ്യൂമിൻ എന്ന് പറയുന്ന ആ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോട്ടീൻ കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജീന് റോസിയിലോട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ റോസി ആ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നെക്സ്റ്റ് ദിവസങ്ങളിൽ റോസി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അത് പിന്നെ റോസി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മിൽക്കിനകത്തെല്ലാം ഹ്യൂമൻ ആൽഫ ലാക്റ്റാൽബ്യൂമിൻ ഉണ്ട്. പ്രാക്ടിക്കലി ചിന്തിക്കുവാണെങ്കിൽ നോർമലായിട്ട് നാച്ചുറലി അത് പോസിബിൾ അല്ല അല്ലേ. പക്ഷേ അത് റോസിനെ നമ്മൾ ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്, ഒരു നോർമൽ പശുവിൽ നിന്ന്, ഹ്യൂമൻ ബീയിങ് അല്ല കേട്ടോ, ഒരു പശുവിൽ നിന്ന് റോസിയെ നമ്മൾ ഒരു ഫാം ആനിമലായി മാറ്റിക്കഴിഞ്ഞപ്പം റോസി നമുക്ക് വേണ്ട രീതിയിലുള്ള ഹ്യൂമൻ ആൽഫ ലാക്റ്റാൽബ്യൂമിൻ റിച്ച് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി.
നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസെക്ട് റെസിസ്റ്റന്റ് പ്ലാന്റ്സ്. ഇൻസെക്ട് റെസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ഈ ഫസ്റ്റ് 2 ടേംസ് കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാം. ഇൻസെക്ട് റെസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒത്തിരി തരത്തിലുള്ള പെസ്റ്റ്സ് ഉണ്ട് അല്ലെ. പെസ്റ്റിസൈഡ് നമുക്കറിയാലോ, ഇൻസെക്ടിസൈഡ്, പെസ്റ്റിസൈഡ്. ഫാമേഴ്സിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സാധനങ്ങളാണ് അല്ലേ. അപ്പം അതൊക്കെ കെമിക്കൽ സബ്സ്റ്റൻസസ് ആണ്. അപ്പം ചില കേസസിൽ ഓർഗാനിക് ഫാമിങ് അങ്ങനെയൊക്കെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പം ഓർഗാനിക് ഫാമിങ് നമ്മൾ വീട്ടിൽ കൃഷി ചെയ്യുമ്പം നമ്മൾ മോസ്റ്റ് കേസസിൽ നമ്മൾ ലാർജ് സ്കെയിലല്ല ചെയ്യുന്നെങ്കിൽ സ്മോൾ സ്കെയിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ കെമിക്കലായിട്ട് ഒന്നും ഉപയോഗിക്കത്തില്ല. നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമ്മൾ ഓർഗാനിക് ഫാമിങ് ചെയ്യും അല്ലേ. അപ്പോൾ ഈ ജനറ്റിക് എഞ്ചിനീയറിംഗ് വെച്ച് ഓർഗാനിക് ഫാമിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇൻസെക്ട് റെസിസ്റ്റൻസ് പ്ലാന്റ്സ് ഉണ്ടാക്കുക. ഓക്കെ, ഞാൻ ശ്രദ്ധിച്ച് കേൾക്കുക, ഞാൻ മെല്ലെ പറഞ്ഞുതരാം. ഇൻസെക്ട് റെസിസ്റ്റൻറ്റ് പ്ലാന്റ്സ് ഇവർ നോർമലി ആ ഒരു പ്ലാന്റിനകത്ത് ഇൻസെക്ട് റെസിസ്റ്റൻസ് ഉണ്ടാവത്തില്ല. ഫോർ എക്സാമ്പിൾ ഒരു കോട്ടൺ പ്ലാന്റ് എടുക്കും. ഓക്കെ, ആ കോട്ടൺ പ്ലാന്റിന് നാച്ചുറലായിട്ട് ഇൻസെക്ട് റെസിസ്റ്റൻസ് ഇല്ല. സപ്പോസ് ഒരു കോട്ടൺ ബോൾ വേം, ഒരു വേം ആണ് അത്. കോട്ടൺ ബോൾ വേം എന്നൊരു വേം വന്ന് അതിനെ തിന്നാൻ തുടങ്ങിയാൽ അതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് നശിച്ചു പോകും, ആ ഫാർമറിന് നഷ്ടം വരും. ഓക്കെ, പക്ഷെ അങ്ങനെ ഒരു സെനാറിയോ, അങ്ങനെ ഒരു സിറ്റുവേഷൻ, അങ്ങനെ ഒരു കഷ്ടപ്പാട് അനുഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ജനറ്റിക് എഞ്ചിനീയറിംഗ് ഒത്തിരി നമ്മളെ സഹായിക്കുന്നു. എങ്ങനെ നമ്മൾ ഇൻസെക്ട് റെസിസ്റ്റൻറ്റ് പ്ലാന്റ് ആക്കി മാറ്റുന്നു ആ കോട്ടൺ പ്ലാന്റിനെ. മനസ്സിലായോ? സപ്പോസ് നമ്മൾ ഒരു ഹ്യൂമൻ ബീയിങ്ങിന് സൂപ്പർ പവർ കൊടുക്കുന്ന പോലെ നമ്മൾ ആ കോട്ടൺ പ്ലാന്റിന് നമ്മൾ സൂപ്പർ പവർ കൊടുക്കുക. ആ സൂപ്പർ പവർ ഇൻസെക്ട് റെസിസ്റ്റൻസ് ആണ്. മനസ്സിലായോ? സാധാരണ കേസസിൽ അതിനങ്ങനെ ഒരു ഇൻസെക്ട് റെസിസ്റ്റൻസ് ഇല്ല, പക്ഷെ നമ്മൾ അതിനെ ജനറ്റിക്കലി മോഡിഫൈ ചെയ്യുന്നു. പിന്നെ നിങ്ങൾ നോക്കുക, ഞാൻ ജനറ്റിക്കലി മോഡിഫൈ അതിനെ നമ്മൾ കോട്ടൺ പ്ലാന്റിനെ നമ്മൾ ജനറ്റിക്കലി മോഡിഫൈ ചെയ്യുമ്പം എന്താ സംഭവിക്കുന്നത്, അതിനെ ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത് കഴിയുമ്പം നെക്സ്റ്റ് ടൈം ഒരു കോട്ടൺ ബോൾ വേം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേം, ഒരു പെസ്റ്റ്, ഒരു ഇൻസെക്റ്റ് വന്ന് അതിനെ കൺസ്യൂം ചെയ്യാൻ തുടങ്ങുമ്പം അതിൻ്റെ ആ പ്ലാന്റിനകത്ത് ഉള്ള ചില ആ ജീൻ നമ്മൾ ഇൻസേർട്ട് ചെയ്ത, ജനറ്റിക്കലി മോഡിഫൈ ചെയ്യാൻ വേണ്ടി ഇൻസേർട്ട് ചെയ്ത ജീൻ കാരണം ഒരു പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നു. ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മൾ ആ പ്ലാന്റിനെ ജനറ്റിക്കലി മോഡിഫൈ ചെയ്തു. അപ്പോൾ ആ പ്ലാന്റിനെ ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത് കഴിയുമ്പം ആ മോഡിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത ജീൻ കാരണം ആ പ്ലാന്റിലൊരു പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യപ്പെടുന്നു. ഓക്കെ, ആ പ്രോട്ടീൻ ഈ വന്നിരുന്ന് കഴിക്കുന്ന അല്ലെ വന്നിരുന്ന് തിന്നുന്ന ആ വേമിൻ്റെ ഗട്ട് എന്ന് പറഞ്ഞാൽ ഡൈജസ്റ്റീവ് സിസ്റ്റം. ഓക്കെ, ഡൈജസ്റ്റീവ് സിസ്റ്റമിനെ എൻ്റർ ചെയ്യുന്നു. ഇതൊന്നും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല, നിങ്ങൾക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറയുന്നത്. നമ്മളൊരു കോട്ടൺ പ്ലാന്റിനെ ജനറ്റിക്കലി മോഡിഫൈ ചെയ്യുന്നു. മോഡിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത ജീൻ കാരണം ആ കോട്ടൺ പ്ലാന്റിലൊരു പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നു. ആ പ്രോട്ടീൻ ഈ കഴിക്കുന്ന വേമിനകത്തോട്ട് പോകുന്നു. വേമിൻ്റെ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം എത്തിക്കഴിയുമ്പം അവിടെ ഉള്ള ചില ഡൈജസ്റ്റീവ് എൻസൈംസ്, ആ ഇൻസെക്റ്റിനകത്ത് നാച്ചുറലി കാണുന്ന ഡൈജസ്റ്റീവ് എൻസൈംസ് കാരണം ഈ പ്രോട്ടീൻ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഈ പ്രോട്ടീൻ ആക്ടിവേറ്റ് ആയി കഴിയുമ്പം എന്താ സംഭവിക്കുന്നതെന്ന് അറിയാം? ഈ പ്രോട്ടീൻ ക്രിസ്റ്റൽസ് ആയി മാറുന്നു, ഭയങ്കര ഷാർപ്പ് ക്രിസ്റ്റൽസ് ആയി മാറുന്നു. ആ ഷാർപ്പ് ക്രിസ്റ്റൽസ് പോയി ഈ കഴിച്ച ഇൻസെക്റ്റിൻ്റെ ഗട്ട്, അതായത് ഡൈജസ്റ്റീവ് സിസ്റ്റം പോയി ഹാം ചെയ്യുന്നു, മുറിയുന്നു. ഓക്കെ, എന്നിട്ട് സ്വെല്ലിംഗ് വരുന്നു, ലീഷൻസ് വരുന്നു. ഇതൊന്നും നിങ്ങൾ എക്സാമിന് നിങ്ങളോട് ചോദിക്കത്തില്ല, പക്ഷെ നിങ്ങൾക്ക് ഇൻസെക്ട് റെസിസ്റ്റൻറ്റ് പ്ലാന്റ്സ് എന്തോരം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരുവാണ്. ആ പ്രോട്ടീൻ ഡൈജസ്റ്റീവ് സിസ്റ്റം എത്തിക്കഴിയുമ്പം ആ ഡൈജസ്റ്റീവ് സിസ്റ്റമിലുള്ള ഒത്തിരി എൻസൈംസ് അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഓക്കെ, ചിലപ്പോൾ ആ എൻസൈംസിൻ്റെ ആൽക്കലൈൻ നേച്ചർ, ബേസിക് നേച്ചർ ആയിരിക്കാം. ഓക്കെ, അപ്പം ആ പ്രോട്ടീൻ ആക്ടിവേറ്റ് ആവുന്നു, പ്രോട്ടീൻ ക്രിസ്റ്റൽസ് ആയി മാറുന്നു. ആ ക്രിസ്റ്റൽസ് നല്ല ഷാർപ്പാണ്. ഓക്കെ, അത് പോയി ആ സ്റ്റമക്ക് ആവാം, ചിലപ്പം ഇൻറ്റസ്റ്റൈൻ ആവാം, അവിടെ പോയി മുറിയുന്നു, ലീഷൻസ് വരുന്നു, ആ ഇൻസെക്റ്റ് മരിക്കുന്നു. ഓക്കെ, അപ്പം ആ ഇൻസെക്റ്റ് ശരിക്കും ആ ഫാർമറിനൊരു ഡിസഡ്വാൻറ്റേജ് ആയിരുന്നു അല്ലേ. അപ്പം ഈ ഇൻസെക്ട് റെസിസ്റ്റൻറ്റ് പ്ലാന്റ് കുറേ നാളിങ്ങനെ സംഭവിച്ചു കഴിയുമ്പം ആ ഇൻസെക്ട്സ് നല്ല കൺസിഡറബിൾ ആയിട്ട് അതിൻ്റെ പോപ്പുലേഷൻ അങ്ങ് കുറയും അല്ലേ. അപ്പോൾ ആ ഇൻസെക്ട് റെസിസ്റ്റൻറ്റ് ആ പ്ലാന്റ് അപ്പോൾ ഇൻസെക്ട് റെസിസ്റ്റൻ്റ് ആയി. ഇനി ആ പ്ലാന്റിനെ ഒരു ഇൻസെക്റ്റിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം അതിനെ തിന്നുകൊണ്ടിരുന്ന ഇൻസെക്റ്റിൻ്റെ പോപ്പുലേഷൻ ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ ഇതാണ് ഇൻസെക്ട് റെസിസ്റ്റൻറ്റ് പ്ലാന്റ്. ഓക്കെ, അപ്പോൾ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് ആർ ഓഫ് 2 types. Number 1, farm animals, and number 2, insect resistant plants. ലാസ്റ്റ് ഒരു ചെറിയ ഭാഗമുള്ളത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തപ്പം നമുക്ക് ഇത്രയും നേരമായിട്ട് നമ്മൾ ഇൻഫർ ചെയ്ത് എന്തുവാ,
ഒത്തിരി ബെനിഫിറ്റ്സ് ആവുള്ളൂ നമുക്ക് അല്ലേ. ജനറ്റിക് എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ട് ഒത്തിരി ബെനിഫിറ്റ്സ്, ഇതുപോലെ ഫാം ആനിമൽസ്, റോസിയെ കൊണ്ട് നമുക്ക് ഹ്യൂമൻ മദർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലത്തെ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാൻ പറ്റി, നമുക്ക് ഇൻസെക്ട് റെസിസ്റ്റൻറ്റ് പ്ലാന്റ്സ് ഉണ്ടാക്കാൻ പറ്റി. പക്ഷേ ചില കേസസിൽ ഇതുപോലത്തെ ജനറ്റിക് എന്ന് പറയുമ്പോൾ സീരിയസ് ആണ്, ജീൻ ലെവലിലാണ് നമ്മൾ ചേഞ്ച് വരുത്തുന്നത്. അപ്പം ജനറ്റിക് ചേഞ്ചസ് വരുത്തുമ്പോൾ ചില കേസസിൽ അതൊരു ഡിസഡ്വാൻറ്റേജ്, ഒരു കോൺസിക്വൻസ് ആയി മാറാം, ഒരു ബുദ്ധിമുട്ടായി മാറാം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ളൊരു ഫിഷ്, ഓക്കെ, ഒരു കാർണിവോർ ഫിഷ് ആണെന്ന് ഓർത്തു. നമ്മളതൊരു അങ്ങനെ ഒരു എക്സാമ്പിൾ ഉണ്ട്, ഞാൻ ശരിക്കും ഉള്ള കേസ് പറയുവാണ്. അങ്ങനെ ഒരു ഫിഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഒരു റിവറിലോട്ട്. കുറച്ച് നാൾ, ഒരു 2 years സ്പാൻ കഴിയുമ്പം, ഒരു 2 yearsൻ്റെ ഒരു സമയ കാലാവധി കഴിയുമ്പം ആ വേറെ ഒത്തിരി വെറൈറ്റീസ് ഓഫ് ഫിഷ് ഇല്ലാണ്ടാകും. ഓക്കെ, കാരണം ആ ഒരു ഫിഷ് മൾട്ടിപ്ലൈ ചെയ്ത് അത് ഡോമിനൻ്റ് ആയി മാറും. പിന്നെ ആ ഫിഷ് മാത്രമേ അവിടെ ഉണ്ടാകത്തുള്ളൂ, വേറെ ഉണ്ടായിരുന്ന പാവം വെറൈറ്റീസ് ഓഫ് ഫിഷ് ഇല്ലാണ്ടായി പോകും. അപ്പം അങ്ങനത്തെ കൂട്ട് അതൊരു കേസാണ്, ജനറ്റിക് എഞ്ചിനീയറിംഗിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പം അങ്ങനത്തെ കൂട്ട് കോൺസിക്വൻസസ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി അത് നോക്കാനായിട്ടും ഒത്തിരി ഗവേണിംഗ് ബോഡീസ് ഉണ്ട്, ഒത്തിരി ഓർഗനൈസേഷൻസ് ഉണ്ട്. ഓക്കെ, അതൊരു ചെറിയ ഭാഗമാണ്, ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് അത് വിട്ടുപോയെന്ന് ഓർക്കണ്ട, അത് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അവരിവിടെ പറഞ്ഞേക്കുന്നത് വെൻ ജനറ്റിക് മോഡിഫിക്കേഷൻ ഇസ് ക്യാരിഡ് ഔട്ട് ഇൻ ഓർഗാനിസംസ് it should be ensured that there are no harmful consequences to humans or nature. ഓക്കെ, നമ്മൾ ഇത്രയും ജനറ്റിക് മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഹ്യൂമൻസിനും നേച്ചറിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ആ ഓൾട്രേഷൻസ് നമുക്കൊരു ഡിസഡ്വാൻറ്റേജ് ആയി മാറാൻ പാടില്ല എന്ന് നമ്മൾ ചിന്തിക്കണം. ഓക്കെ, അപ്പോൾ അത്രയും ഒത്തിരി റിസർച്ച് ഒക്കെ ചെയ്തിട്ടാണ് അവരിങ്ങനെ ജനറ്റിക് മോഡിഫിക്കേഷൻസ് വരുത്തുന്നത്. ഓക്കെ, അതാണ് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ എടുക്കാൻ പോകുന്നത് ജീൻ എഡിറ്റിംഗ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ പേജ് നമ്പർ 119 കൊടുത്തിരിക്കുന്ന ആ ബോക്സ് ജീൻ എഡിറ്റിംഗ് ഇല്ലേ, എഡിറ്റിംഗ് ഓഫ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, അതാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് പഠിപ്പിച്ച ആ പോർഷനെ ബേസ് ചെയ്ത് ഞാൻ നിങ്ങളോട് 2 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ്. ഫസ്റ്റ് വൺ, വാട്ട് ആർ ജനറ്റിക്കലി മോഡിഫൈഡ് ആനിമൽസ് ആൻഡ് ക്രോപ്സ്. ഓർഗാനിസംസ് പറഞ്ഞാൽ ആനിമൽസ് ആൻഡ് ക്രോപ്സ്. അപ്പോൾ വാട്ട് ആർ genetically modified animals and crops. Second question, how do we make genetically modified organisms created? Okay, like how do we create genetically modified organisms? Okay, ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസിനെ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, ഒരു നോർമൽ ഓർഗാനിസമിനെ എങ്ങനെ നമ്മൾ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം ആയിട്ട് മാറ്റുന്നു എന്നുള്ളതിനുള്ള ആൻസറാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യണം. ഓക്കെ, കമൻറ്റ് ബോക്സിൽ ആൻസർ ചെയ്യണേ. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ് കാണാം. ബൈ.